കുട്ടികൾക്ക് വേണ്ട ഏറ്റവും വലിയ ലഹരി വായനയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് പുസ്തകപ്പുര. വായനയും എഴുത്തും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം പദ്ധതി തന്നെ തയ്യാറാക്കി. വായനയോട് താല്പര്യമുള്ള സ്കൂൾ കുട്ടികൾക്ക് ആദ്യഘട്ടത്തിൽ 10 പുസ്തകങ്ങൾ നൽകും. അതിൻ്റെ ആസ്വാദനക്കുറിപ്പുകളും അവർ എഴുതി നൽകും. അങ്ങനെ എഴുത്തും വായനയും തൃശൂർ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. കുട്ടി എഴുത്തുകാരുടെ ആസ്വാദനക്കുറിപ്പുകളിൽ തിരഞ്ഞെടുത്തവ പുസ്തകമായി പുറത്തിറക്കുകയാണിപ്പോൾ. ഇവരെല്ലാം നൽകുന്ന കുറിപ്പുകൾ നമ്മൾ 5 ഗ്രൂപ്പുകളിലാക്കിയിട്ട് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി, ഗുരുവായൂർ, കൊടകര, കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ ഇങ്ങനെ 5 ഗ്രൂപ്പുകളാക്കി കുട്ടികളെ തിരിച്ചിട്ടുണ്ട്. ആ വായിച്ച പുസ്തകങ്ങൾ അതിനെക്കുറിച്ചുള്ള ആസ്വാദന കുറിപ്പ് കുട്ടികൾ നമുക്ക് എഴുതി അയച്ചു തരും. അങ്ങനെ പോസ്റ്റ് ചെയ്ത ആസ്വാദന കുറിപ്പുകൾ നമ്മളിപ്പോൾ സമാഹരിച്ച് ഒരു പുസ്തകമായിട്ട് ഇറക്കുകയാണ്. ആ പുസ്തകമാണ് വായനാ ലഹരി എന്ന പേരിൽ നമ്മൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. നിലവിൽ പുസ്തകപ്പുരയുടെ ഭാഗമായി 258 കുട്ടികളാണുള്ളത്. മലയാളത്തിൽ എക്കാലത്തെയും മികച്ച കൃതികളും പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങളുമെല്ലാം കുട്ടികൾക്ക് ഘട്ടം ഘട്ടമായി വായിക്കാൻ നൽകുന്നു. ഗ്രന്ഥശാലകളൊക്കെ വികേന്ദ്രീകരിക്കേണ്ട സമയമായിരിക്കുന്നു. ആ വികേന്ദ്രീകരിക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ വീടുകളിലെ കൊച്ചു വായനശാല തുടങ്ങിയിട്ടുള്ളത്. ഇത് ഓരോ വർഷവും കൂടുതൽ കുട്ടികൾ നമ്മുടെ ഈ ഏരിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വൃത്തത്തിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 258 കുട്ടികളുണ്ട്. ഇപ്പോൾ 10ാം ക്ലാസ് കഴിയുന്നതോടുകൂടി കുട്ടികളുടെ വായന നിലയ്ക്കും. പക്ഷേ നമ്മൾ പുതിയ കുട്ടികളെ തിരഞ്ഞെടുക്കും. വായനയെ പ്രോത്സാഹിപ്പിച്ച് കുട്ടികളെ സ്ക്രീനുകളിൽ നിന്നും മാറ്റി നിർത്താൻ സർക്കാരും ഒപ്പം നിൽക്കണമെന്നാണ് പുസ്തകപ്പുര അംഗങ്ങളുടെ ആവശ്യം. വായനാശീലമുള്ള കുട്ടികൾക്ക് സർക്കാർ പ്രോത്സാഹനമായി ഗ്രേസ് മാർക്കും നൽകണമെന്നാവശ്യപ്പെട്ട് കുട്ടികൾ തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനവും നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. MS ലിഷോയ് ചേരുന്നുണ്ട് തത്സമയം. ലിഷോയ്, നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾ വായന തീരെയില്ല എന്ന്. ശരിക്കും അവരെപ്പോഴും സോഷ്യൽ മീഡിയയുടെ ലോകത്താണ്, മൊബൈൽ ഫോണിൻ്റെ ആണ് എപ്പോഴും കയ്യിലുള്ളത്. അവരുടെ പഠനത്തിന് ആവശ്യമായ പല കാര്യങ്ങളും പെട്ടെന്ന് പോയി തപ്പിയാൽ ഇന്റർനെറ്റിലായിരിക്കും അവർക്ക് കിട്ടുന്നുണ്ടാകുക. അതുകൊണ്ട് സ്വാഭാവികമായും അവർ ആ വഴിക്ക് പോകുന്നു. അതിലൊരിക്കലും നമുക്ക് തെറ്റ് പറയാനും കഴിയില്ല. പക്ഷെ വായനയും ആവശ്യമുള്ളത് തന്നെയാണ്. അവർ അനിവാര്യത മനസ്സിലാക്കി പുസ്തകപ്പുര എന്നുള്ള മുൻപോട്ട് വെച്ച ഈ ഒരു ആശയം അതിനെന്തായാലും വലിയ പ്രശംസ അർഹിക്കുന്നത് തന്നെയാണ്. മാതൃകാപരമായ ഒന്ന് തന്നെയാണ് ഗ്രാമപ്രകാശിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വായനാശീലം അവർക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ വായനയോടൊപ്പം തന്നെ എഴുത്തും അവരിൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പുസ്തകപ്പുരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത്. അതിനുവേണ്ടി വെറുതെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ വെറുതെ ഒരു കാര്യങ്ങൾ എന്തെങ്കിലും 1-2 കാര്യങ്ങൾ മാത്രം ചെയ്യുകയല്ല. കൃത്യമായി ഒരു കുട്ടിയെ സമൂഹത്തിൽ എങ്ങനെ ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ ആക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവയ്പ്പാണ് ഇവിടെ നടക്കുന്നത്. പുസ്തകപ്പുരയുടെ ഭാഗമായി ഈ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ഇത്തരത്തിൽ പുസ്തകങ്ങൾ വായിക്കാൻ നൽകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ വായിച്ച പുസ്തകങ്ങളിൽ ഇഷ്ടപ്പെട്ടവയുടെ ആസ്വാദന കുറിപ്പുകൾ എഴുതുക. അങ്ങനെ എഴുതിയ കുറിപ്പുകളിൽ നിന്ന് ഏറ്റവും നല്ല കുറിപ്പുകൾ അല്ലെങ്കിൽ ഏറ്റവും മൂല്യമുള്ള കുറിപ്പുകൾ അത് തിരഞ്ഞെടുത്ത് അതൊരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രസിദ്ധീകരിച്ച ആ പുസ്തകത്തിൻ്റെ പ്രകാശനം എന്തായാലും നടക്കാൻ പോവുകയാണ്. TD രാമകൃഷ്ണനാണ് അതിൻ്റെ പ്രകാശനം തൃശ്ശൂരിൽ നിർവഹിക്കാനായി പോകുന്നത്. എന്തായാലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ നമ്മൾക്കറിയാവുന്നത് പോലെ തന്നെ മൊബൈൽ സ്ക്രീനുകളും അതുപോലെ തന്നെ മറ്റ് ലഹരി ഉപയോഗവും ഒക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് പുസ്തകപ്പുരയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നത്. എന്തായാലും ഈ പുസ്തകപ്പുരയുടെ പ്രവർത്തകരെല്ലാവരും തന്നെ അതിനുവേണ്ടി നല്ല രീതിക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അത് കൃത്യമായൊരു റിസൾട്ടും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം ആ കുട്ടികൾ എഴുതിയ ആസ്വാദനക്കുറിപ്പുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഒരു മികവോടുകൂടിയാണ് അവർ എഴുതുന്നത്. നാളെയുടെ എഴുത്തുകാരെന്ന് നമുക്ക് ഉറപ്പായും അവരെയൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു എഴുത്ത് തന്നെയാണ് ഈ കുട്ടികളുടെ ഭാഗത്തുനിന്നും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആ പുസ്തകം ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ കൂടുതൽ